സ്മൃതി, നമ്മൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഗോവയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ദിഗംബർ കാമത്ത് എന്ന് പറയുന്ന ഗോവയിലെ കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ഭാവി എംഎൽഎമാരെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു വിചിത്രമായ സത്യപ്രതിജ്ഞ നടത്തിയത് ഓർമ്മിക്കുന്നുണ്ടാവും. അന്ന് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് തങ്ങൾ ജയിച്ചു വന്നാൽ കൂറുമാറില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് രാഹുൽ ഗാന്ധി ദിഗംബർ കാമത്തിനോടും അന്നത്തെ ഗോവയിലെ കോൺഗ്രസ് നേതാക്കളോടും ആവശ്യപ്പെട്ടത്. ഇന്ന് രാഹുൽ ഗാന്ധി മാത്രമാണ് ആ ചിത്രത്തിൽ ബി.ജെ.പിയിലേക്ക് പോകാതെ അവശേഷിക്കുന്ന ഏക കോൺഗ്രസ് നേതാവ്. എന്താണ് ഞാൻ അതിനകത്തൊരു സമീകരണം കാണുന്നുണ്ട്. കാരണം കോൺഗ്രസ് ഭരണഘടനയിൽ തൊട്ടാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗാന്ധി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ പ്രതിജ്ഞ തന്നെ നിഷ്ഫലമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ബോധ്യമുള്ളൊരു കോൺഗ്രസുകാരനായിരുന്നെങ്കിൽ അവർ ബി.ജെ.പിയിലേക്ക് പോകുമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമാനമാണ് ഇവിടെ കോൺഗ്രസിന്റെ പാരമ്പര്യത്തിന്റെ ആ പിതൃവാത്സല്യത്തിൽ മാത്രം രാഷ്ട്രീയാധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിയ ഈ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോകുമ്പോഴും ആ കോൺഗ്രസിനെയോ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മൃദു ഹിന്ദുത്വം എന്നൊക്കെ CPM ആക്ഷേപിക്കുമ്പോഴും ഇപ്പോഴും ദേശീയ തലത്തിൽ ഒരു മതേതരത്വത്തിന്റെ മുഖമായി നിൽക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയെ ഒന്നും മനസ്സിലാക്കാതെയാണ് അവർ ആ പാർട്ടിയിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിയെ മനസ്സിലാക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകയായിരുന്നെങ്കിൽ ഗോവയിൽ എങ്ങനെയാണോ ഭരണഘടനയെ മനസ്സിലാക്കാതെ സത്യപ്രതിജ്ഞ ചെയ്തത് സമാനമായ രീതിയിലാണ് ഇവിടെ പത്മജ വേണുഗോപാലിന്റെ ഈ പോക്ക്. നിസ്സംശയം നമുക്ക് പറയാം, പാർട്ടിയെ ചതിച്ചിട്ടാണ് ഈ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് ബി.ജെ.പിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് കണക്കാക്കിയാൽ ആവില്ല എന്നുള്ളതാണ്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. നോക്കൂ, നമ്മളുടെ മുന്നിൽ രണ്ടു കാര്യങ്ങളാണ്. പത്മജ വേണുഗോപാൽ പോകാതിരിക്കണമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെ സിദ്ദിഖുമായി ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇഡിയുടെ അന്വേഷണത്തെ ഭയന്ന് പത്മജ വേണുഗോപാൽ പോയി എന്നാണ്. പക്ഷേ ഇത് ഒരു ബി.ജെ.പിയുടെ ഒരു സ്ട്രാറ്റജി എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലുമുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണക്കിലെടുത്ത് നോക്കുമ്പോൾ 42ാമത്തെ മിനിമം DCC അധ്യക്ഷ പദവിയിലെങ്കിലും എത്തിയ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. വളരെ പെട്ടെന്നാണ് ഈ നീക്കങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതിൽ ഏറെ ശ്രദ്ധേയമായ കാര്യം, 1 ഡസനോളം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ കഴിഞ്ഞ 2 വർഷമായി ബി.ജെ.പി ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അനിൽ ആന്റണി പോയപ്പോൾ വലിയ ചർച്ചകൾ ചെയ്തു നമ്മൾ. പക്ഷെ അനിൽ ആന്റണി പോയതിനേക്കാൾ വലിയ ഡാമേജ് ലീഡറിന്റെ മകൾ പോകുമ്പോൾ സംഭവിക്കുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. അതൊരു 1-2 ദിവസത്തെ തലക്കെട്ടാവുകയും ആ തലക്കെട്ടോടുകൂടി ഇത് അവസാനിക്കുകയും ചെയ്യും. കാരണം ഒരു നല്ല പ്രചാരകയോ ഒരു നല്ല ക്യാമ്പയിനറോ മിനിമം ഒരു നല്ല ലീഡർ പോലുമല്ല ലീഡറിന്റെ മകളായ പത്മജ വേണുഗോപാൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഈ 2004 മുകുന്ദപുരത്ത് നിന്ന് മത്സരിക്കുന്ന സമയത്ത് അന്ന് UDF 52,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ 1.5 ലക്ഷം ഭൂരിപക്ഷത്തിന് ഈ പത്മജ വേണുഗോപാൽ പരാജയപ്പെടില്ലായിരുന്നു. പിന്നീട് 2011 തേറമ്പിൽ രാമകൃഷ്ണൻ 12,000 വോട്ടുകൾക്ക് വിജയിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ 7,000 വോട്ടുകൾക്ക് പരാജയപ്പെടില്ലായിരുന്നു. അപ്പോൾ അത് 1-2 ആളുകൾ കാലുവാരുന്നതിന്റെ പ്രശ്നമല്ല, തനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്ന തിരിച്ചറിവിലാണ് പത്മജയെ അത് സമ്മതിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാറ്റം ബി.ജെ.പിക്ക് അനുഗുണമായി തിരഞ്ഞെടുപ്പിൽ നമ്പറിന്റെ രൂപത്തിൽ വോട്ടിന്റെ രൂപത്തിൽ സംഭവിക്കും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോകുന്നു, ലീഡറിന്റെ മകൻ പോകുന്നു, മുരളി ദിയോറയുടെ മകൻ മിലിന്ദ് ദിയോറ പോകുന്നു. ഇത്തരം നോക്കൂ, ഗവർണർ രാജഗോപാലാചാര്യയുടെ മകൻ CK കേശവൻ പോകുന്നു, ജയൻ ചൗധരി ചരൺ സിംഗിന്റെ കൊച്ചുമകൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അതാണ് കെ സുരേന്ദ്രൻ പറയുന്നത്, കോൺഗ്രസ് തകർന്നു തരിപ്പണമാകും. പക്ഷെ ബി.ജെ.പി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഈ പിതൃവാത്സല്യത്താൽ മുളച്ചു വന്ന തകരകൾ മറ്റു പാർട്ടിയിൽ പോകുന്നത് കൊണ്ട് കോൺഗ്രസിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് വളർന്നിരിക്കുന്നത് പത്മജ വേണുഗോപാലിന്റെ കൈപിടിച്ചല്ല. കോൺഗ്രസ് വളർന്നിരിക്കുന്നത് ഇവിടുത്തെ സെക്യുലറായ മനുഷ്യരുടെ മനസ്സുകളിലാണുള്ളത്. നേതാക്കൾ പോകുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായും കോൺഗ്രസിന് അടിത്തട്ടിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതൊരു ഹൈപ്പോത്തറ്റിക്കലായ ഒരു സിറ്റുവേഷനാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് വിയോജിക്കാം. ഇത് കെ കരുണാകരൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബി.ജെ.പിയിൽ പോകില്ലായിരുന്നു എന്തുറപ്പാണ് നമുക്കുള്ളത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ KG മാരാരുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അതിൽ പാഴായ പരീക്ഷണം എന്ന അധ്യായവും വായിച്ചിട്ടുണ്ട്. ആ പാഴായ പരീക്ഷണത്തിൽ അന്ന് കോലിബി സഖ്യത്തിന് മുൻകൈ എടുത്ത നേതാക്കളിൽ ഒരാൾ കെ കരുണാകരനാണ്, വടകരയിലാണെങ്കിലും ബേപ്പൂരിലാണെങ്കിലും. പിന്നീട് മുകുന്ദപുരത്ത് സാവിത്രി ലക്ഷ്മണനെ മത്സരിപ്പിക്കുമ്പോൾ ബി.ജെ.പി വോട്ടുകൾ വാങ്ങാൻ കെ കരുണാകരൻ നടത്തിയ നീക്കങ്ങളും അന്നത്തെ വിമത കോൺഗ്രസുകാർ പറയാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സാക്ഷാൽ കെ കരുണാകരൻ തന്നെ ബി.ജെ.പിയിലേക്ക് ഇന്ന് ജീവിച്ചിരുന്ന
ചെയ്തിരുന്നെങ്കിൽ പോകുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് പത്മജ വേണുഗോപാലിന്റെ മാറ്റത്തിൽ ഞാൻ ഒട്ടും ഞെട്ടുന്നില്ല എന്ന് മാത്രമല്ല, അത് BJPക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാര്യമായ ഗുണമുണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. അന്ന് ഈ പത്മജ വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുൻപ്, എത്രയോ കാലം മുമ്പ് MLA ആയ ആളാണ് കെ കരുണാകരൻ. അതായത് പത്മജ വേണുഗോപാൽ ജനിക്കുമ്പോൾ അന്ന് MLA ആണ് കെ കരുണാകരൻ. സ്കൂളിൽ പോകുമ്പോൾ അന്ന് കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അവിടെ നിന്ന് പിന്നീട് പാർട്ടി സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പിതൃവാത്സല്യത്തിന്റെ തണലിൽ മാത്രം വളർന്നിരിക്കുന്ന പത്മജ വേണുഗോപാൽ ഇങ്ങനെ മറുകണ്ഠം ചാടുമ്പോൾ അതൊരു ദിവസത്തെയോ 2 ദിവസത്തെയോ ചുരുങ്ങിയ പക്ഷം ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ BJP ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ കൊമേഴ്സ്യൽ സ്ട്രാറ്റജി എന്നതിനുമപ്പുറം, അഥവാ രാഷ്ട്രീയ വാണിജ്യ തന്ത്രം എന്നതിനുമപ്പുറം ഒന്നുമല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയെ ചതിച്ചു എന്ന് ചോദിച്ചാൽ അത് കെ മുരളീധരൻ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ വർക്ക് അറ്റ് ഹോം ആയിരുന്ന ഒരു പ്രവർത്തകരെ മുഴുവൻ ചതിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പോറലും ആ അർത്ഥത്തിലേക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Meet the editors.